ഇങ്ങനെ നന്നായിട്ട് റൗണ്ടിനെ മസാജ് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്തിട്ടത് കണ്ട ഇങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കണം കണ്ട. ഹായ്, അലങ്കൃത ഫാഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഡേ 7 ഡേയ്സിൻ്റെ ചലഞ്ചായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മുടെ 7ാമത്തെ ദിവസം. എനിക്ക് തോന്നുന്നു സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൻ്റെ ഈ 7 ദിവസത്തെ വീഡിയോസും നമ്മുടെ മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ച് വളരെയധികം വ്യൂവേഴ്സ് കുറവാണ്. എങ്കിലും നമ്മൾ ഒരു 7 ഡേയ്സ് ചലഞ്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇടയിൽ നിന്ന് മാറിയില്ല. അപ്പം ഇന്ന് പൂർത്തിയാക്കാണ് കേട്ടോ. അപ്പം ഇന്ന് 7 ഡേ ആണ്, ലാസ്റ്റാണ്. 7ാമത്തെ ദിവസമാണ്, ലാസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളാണ് ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. വെരി സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന 2 കാര്യങ്ങളാണ് കേട്ടോ. അത് നല്ല ബെനിഫിറ്റ്സും നൽകുന്നതാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഏതാണെന്ന് കാണാം, അതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട്സിലും ഒക്കെയുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ അവരിത് കാണട്ടെ. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റൂല നമുക്ക്. അപ്പം നമുക്ക് എന്താണ് കാര്യമെന്നും അതേപോലെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും മിക്സിങ്ങും ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് മിൽക്കാണ്, റോ മിൽക്ക്, കാച്ചാത്ത പശുവിൻ പാൽ കേട്ടോ. കാച്ചാത്ത പാലാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കാച്ചി പോയതാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാച്ചാത്ത പാലുണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഇത് ഫുള്ളൊന്നും വേണ്ട കേട്ടോ. ഇത് ഫുള്ളൊന്നും വേണ്ട കേട്ടോ. ഒരു സ്പൂൺ മതി നമ്മുടെ ഫേസിന് നെക്കിനും ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പാലെടുക്കാം. പാലിൻ്റെ ഗുണങ്ങൾ അറിയാം. നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒരു കോട്ടൺ മുക്കി ഒന്ന് മുഖം തുടച്ചെടുത്താൽ തന്നെ നമ്മുടെ ഇതുവരെയുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം പോവും. അപ്പോൾ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ക്ലീനിങ് കഴിയും. അപ്പോൾ നല്ലൊരു ക്ലെൻസറാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഫേസിൻ്റെ കളറ് നിറം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതായത് സ്കിന്നിന് നന്നായിട്ട് മൃതകോശങ്ങളും ഒക്കെ മാറി നന്നായിട്ട് തിളക്കമുള്ളതാക്കിയിട്ട് വെക്കാനും സോഫ്റ്റ് ആക്കി വെക്കാനും ഏറ്റവും കൂടുതൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പം വളരെ നല്ലതാണ് പാല്. ഇനി ഇതിനോടുകൂടി ഒരു കാര്യം കൂടി വേണം. അതും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മുടെ സ്ഥിരം ബോട്ടിലാണിത്. നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് കാണിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന സ്ഥിരം ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണത്. തേനാണ് കേട്ടോ, തേൻ, ഹണി. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ഹണിയാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ മതി, പാലും തേനും. അല്ലേ, നല്ല കോമ്പിനേഷനാണ് പാലും തേനും. അപ്പോൾ ഈ പിന്നെ പാലും തേനും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പാടുകൾ മാറും, സ്കിന്ന് നന്നായിട്ട് യുവത്വം നിലനിർത്തും. അതായത് ഈ തേൻ വളരെ നല്ലതാണ് സ്കിന്നിന്. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് നിർത്തുവാനും സ്കിന്നിന് തിളക്കം കൂട്ടുവാനും നിറം വർദ്ധിപ്പിക്കാനും യുവത്വം നിലനിർത്താനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതാണ്. നമ്മുടെ നേച്ചുറലായിട്ടുള്ള ഈ തേൻ എന്ന് പറയുന്നത് നേച്ചുറലായിട്ടുള്ള ഒരു ബ്ലീച്ചാണ്. നമ്മുടെ ഫേസിൽ ബ്ലീച്ചായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നേച്ചുറൽ ബ്ലീച്ച് നമുക്ക് ചെയ്ത പോലെ ഉള്ള എഫക്റ്റ്. ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിറം കൂടിയ പോലെ തോന്നില്ലേ. ഇപ്പോൾ കെമിക്കലിട്ട ബ്ലീച്ച് ഇട്ടാൽ അത് അപ്പം തന്നെ പോകും, അത്രയേ ഉള്ളൂ. ആ ഷോ 2 ദിവസത്തെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സ്കിന്നിനത് ദോഷകരമായി ബാധിക്കും. പക്ഷെ ഇത് നേച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് എഫക്റ്റ് നൽകുന്നതാണ്. അപ്പം നിലനിൽക്കും. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് 2 എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഓരോ ഫേസ് പാക്കും പലതരത്തിലാണ് അപ്ലൈ ചെയ്യാൻ പറയുന്നതും കഴുകുമ്പോൾ ഏത് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കഴുകേണ്ടതെന്ന് പറയുന്നതും ചിലത് സ്റ്റീം ചെയ്തതിന് ശേഷം പോയിട്ടുണ്ട്. അതാണ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് പറയണത് പോലെ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം പാല്, തേൻ ഇത് നമ്മൾ ഈക്വലായിട്ട് എടുക്കാം. നമുക്ക് എടുക്കാം, ഒരു ബൗളിലേക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പാൽ ഒഴിച്ചിട്ട് ഒരു ബൗളിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ കാണൽ ഒഴിക്കേണ്ട. അപ്പം ഇത് വേറെ ഒന്നുമില്ലാത്തൊരു ബൗളാണ്. അങ്ങനെ കാണിക്കാം. അപ്പം അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ച പാല് ഒരു സ്പൂൺ വലിയ സ്പൂണായാലും മുകളിൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് തേനും കൂടി ഒഴിക്കാം. പാൽ ഒഴിച്ചിട്ടുണ്ട്, തേനും കൂടി ഒഴിക്കാം. ഞാൻ തേൻ നിങ്ങളുടെ മുൻപിലേക്ക് തന്നെ കാണിച്ചിട്ട് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇത്രയും മതി കേട്ടോ.
ഈക്വൽ എടുക്കാം. ഓക്കെ, ഇത് വലിയ സ്പൂണാണ്, അത് ഞാൻ അങ്ങനെ എടുക്കണേ. അപ്പം നിങ്ങൾ സാധാരണ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ മതി കേട്ടോ. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഹാഫ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇനി ക്യാമറ നമ്മൾ ചെയ്യണം, മിക്സിങ് ചെയ്യുന്നിടത്തേക്ക് തിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഓരോന്ന് എടുത്ത് സെപ്പറേറ്റ് ആക്കണത്. അപ്പം നമ്മളിതിലേക്ക് ഇങ്ങനെ തേൻ ഒഴിക്കുകയാണ്. അപ്പം ഇതെന്തായി, പാലും തേനുമായി. കണ്ട, ഞാൻ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്നത് കാണിക്കാം. ഇതുള്ളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രണ്ടും തേന് മാത്രം ഒരു തുണ്ട് കട്ടിയുള്ളൂ, എങ്കിലും അത് പാലും കൂടി ചേരുമ്പോൾ ലൂസാവും. പക്ഷെ ഒരു പ്രശ്നം വരെ നമുക്ക് നന്നായിട്ടൊരു കുഴപ്പമില്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബ്രഷ് ഉണ്ടെങ്കിൽ ഇതാ കണ്ട, ഇങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ലൂസായിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മുഖത്ത് ഇങ്ങനെ കാണിച്ചു തരാം. ഞാനൊരു ഷോൾ ഇടുന്നുണ്ട്, കാരണം നമുക്ക് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിനൊക്കെ വിടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ഇതിടുന്നുണ്ട് കേട്ടോ. കഴുത്തിലേക്ക് അതിന് പ്രശ്നമില്ല, നിങ്ങൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു കഴുത്ത് മാത്രം കാണിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്ര ലൂസാകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാം, എളുപ്പമായിരിക്കും ഇങ്ങനെ കൈമുക്ക്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഈ ബൗൾ പിടിച്ചിട്ട് കൈമുക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ പുരട്ടിയാൽ മാത്രം പോരാ കേട്ടോ. അത് ഞാൻ പറഞ്ഞ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് വെറുതെ പുരട്ടിയാൽ മാത്രം പോരാ, ഇതുകൊണ്ട് നമുക്കൊരു മസാജ് ആവശ്യമുണ്ട്, ചെറിയ രീതിയിൽ, അത്രയും അമർത്താതെ, അത്രയധികം പ്രസ് ചെയ്യാതെ കേട്ടാ. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് കൈ ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മസാജ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെക്കാണ്ട് ക്യാമറ തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൈ കൊണ്ട് പിടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാ ഇങ്ങനെ മുക്കാം. കണ്ട എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ മുക്കി ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മസാജ് ചെയ്യാൻ. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് പോലും ഇല്ല കേട്ടോ, ഇതിൻ്റെ എഫക്റ്റ് ഒന്നത് കാരണം കിട്ടില്ല, അഴുക്കിരിക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. കണ്ട, ഇങ്ങനെ നന്നായിട്ട് റൗണ്ടിനെ മസാജ് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യട്ടത്. നമ്മുടെ ഹണിക്ക് അത്രയും നല്ലതാണ്, പാലും. അപ്പം അതുപോലെ കണ്ണിനടിയിലത്തെ കറുത്ത കളറൊക്കെ പോവും കേട്ടോ. കറുപ്പ് ഇവിടെയൊക്കെ പറ്റി കഴിഞ്ഞാൽ പോവും. അപ്പോൾ ദേ ഈ കടും കൂടി നല്ല തേൻ്റെ മണം വരുന്നുണ്ട്. ഞാൻ ഇതാ അങ്ങനെ നന്നൊരു മസാജ് കൊടുക്കണേ, നല്ലതാട്ടോ. നിങ്ങൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫേസ് കഴുകിയാൽ നിങ്ങൾക്ക് അതിന് മാറ്റം അറിയാൻ പറ്റും. വെറുതെ പറയണതല്ല. ഇവിടെ ബാൻഡൊന്നും വെച്ചിട്ടില്ല, കാരണം മുടി ചാൻസ് ഉണ്ട് പറക്കാനൊക്കെ. ഫാനിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ചൂടത്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ ഇടാത്ത അവസ്ഥ നമുക്ക് അറിയാം. അതുകൊണ്ട് വേഗം വീഡിയോ അവസാനിപ്പിക്കണത്. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാട്ടോ. നന്നായി ടാൻ അടിച്ചിട്ടൊന്നിരിക്കണം. നമ്മുടെ ഉണക്കലും പൊടിക്കലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കാൻ പോകുമ്പോഴൊക്കെ ടാൻ അടിച്ചിട്ടേ ഇതിപ്പോൾ ഡ്രൈ ഒന്നും ആവില്ല. അതുപോലെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം. നെക്കിലാക്കിയോളട്ടെ നിങ്ങൾ. ഇനിയും ബാക്കിയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ മസാജ് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ആക്കിയിട്ട് ഇപ്പോൾ കണ്ട. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ 2 കൈ ഉപയോഗിച്ചിട്ട് ഒരുമിച്ച് മസാജ് ചെയ്യാം. ഞാൻ ഇവിടെ വെച്ചിട്ട് പിന്നെ കാണിച്ചു തരാം. ഇതാ ഞാൻ 2 കൈ മുക്കിയിട്ടുണ്ട് കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് റൗണ്ടിനെ മേലേക്ക് ആക്കിയിട്ട് മസാജ് ചെയ്യാം കേട്ടോ. കണ്ണിനോട് നായ കുഴപ്പമില്ല കേട്ടോ, നല്ലതാ. പിന്നെ ഇവിടെ ഇങ്ങനെ റൗണ്ടിനാക്കാം. മൂക്കിൻ്റെ ഇവിടെയൊക്കെ കറുപ്പ് കളറുണ്ടോ, അതൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു മസാജ് ഇങ്ങനെ കൊടുക്കുക. മുടിയൊക്കെ ഞാൻ തുടങ്ങി മസാജ് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ് ഇതിനെ വിടണം. ഒരു 15 മിനിറ്റ് വിട്ടതിന് ശേഷം കഴുകുക. ഓക്കെ, ഞാൻ 15 മിനിറ്റ് നിൽക്കണില്ല, എനിക്ക് ഇതൊന്ന് കഴുകണം. കാരണം നമുക്ക് പാക്കിംഗ് ഒക്കെ ഉണ്ട്, വൈകുന്നേരമാണ് ഇപ്പോൾ. ഇന്ന് പാക്ക് ചെയ്ത് ചില നാട് ഡിസ്പാച്ച് ആവുന്നു. അപ്പോൾ അത് കാരണം ഞാനൊന്ന് കഴുകാൻ പോകട്ടെ. നിങ്ങളൊരു 15 മിനിറ്റ് നിൽക്കണം, അതാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. ഞാൻ അപ്പോൾ മസാജ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വരാവേ, എന്നിട്ട് നമുക്ക് ബായ് പറയാം. ഇതുകൂടെ ഒരു വീഡിയോ കഴിയുമല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്ത് എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്നേ. ഒന്ന് കഴുകി വെച്ച് വരാവേ. അപ്പോൾ അതെ ഞാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. വെറും നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് മസാജ് ചെയ്തതാണ്. പക്ഷേ
നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, മിറർ നോക്കുമ്പോൾ അറിയാം. ഈ ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഫേസ് കഴുകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം. കാരണം അതേപോലെ വേർത്തൊലിച്ച് ടാൻ അടിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപിൽ നിന്നത്. ഞാനൊരു സെക്കൻഡ് പോലും ഇട്ടിട്ടില്ല, അപ്പോൾ തന്നെ പോയി കഴിക്കുന്നത് എനിക്കറിയാം. അപ്പം നല്ലൊരു ഇത് കിട്ടും, അത് ഷുവറുള്ള കാര്യമാണ്. നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് നമുക്ക് കിട്ടും. കാരണം ക്ലെൻസിങ് ചെയ്യുമല്ലോ പാല്. പിന്നെ തേനും കൂടി ചേരുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇട്ടിട്ടുള്ള പോലും അത് അതിനുള്ളൊരു വളരെ പവറുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ അത് 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടർ കഴുകി കളയാം കേട്ടോ. മസാജ് എന്തായാലും ഈ പാക്കിങ്ങുകൾ കൊടുക്കണം, നിർബന്ധമാണ്. അപ്പോൾ വീണ്ടും കിടിലം പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പ്രോഡക്റ്റ് അത് റോ മെറ്റീരിയൽ മറ്റേ പാക്കിംഗ് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. ഏതാണെന്നറിയില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹെർബൽ പൗഡേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പാക്കിംഗ് ഐറ്റംസ് റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്തത്. എന്തായാലും സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് ലാസ്റ്റ് ഡേ ഇവിടെ പൂർത്തിയായി. ഈ പറഞ്ഞ പോലെ 7 days 10 days ഒക്കെ എടുത്താലേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ചെയ്ത് കഴിക്കണ്ടേ. നമുക്ക് ഞാനെന്ന് ഡെയിലി വീഡിയോ ചെയ്യുന്ന ആളല്ല, നമുക്കതിന് പറ്റില്ല. ഡെയിലി വീഡിയോ ചെയ്യുന്ന ആളുകളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം എങ്ങനെയോ ആണോ അവ ചെയ്യണത്, നമുക്ക് അത് പറ്റുന്നില്ല. നമുക്കത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക്. അപ്പം ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ നിങ്ങൾക്കുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, വീണ്ടും നമ്മുടെ വീഡിയോ ആയിട്ട് കാണുന്നവരിലേക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ.